ജിസേൽ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ജിസേൽ വെളിയിലോട്ട് പോയി. അപ്പോൾ ഇപ്പം വീണ്ടും കൊച്ചിയിലോട്ട് വന്നു. ഇഷ്ടപ്പെട്ടോ? കേരളം ഇഷ്ടപ്പെട്ടോ? ഇവിടുന്ന് പോവാണ്ടായോ? ഇവിടെ കൊച്ചിൻ കേരളം വെരി ഡിഫറെന്റ് ഫ്രം ഞാൻ ആലപ്പുഴ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ. സോ കൊച്ചിൻ ഇസ് മോർ ലൈക്ക് വെരി ഹിപ്പ് ആൻഡ് മെട്രോപോളിയൻ വൈബ്. പക്ഷെ ഞാൻ യൂഷ്വലി വരും ആലപ്പുഴയിൽ ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ ഗ്രാമം വൈബാണ്. ഹൗസ് ബോട്ടും അങ്ങനെയൊക്കെ. അത് ഞങ്ങളുടെ കൊച്ചു സ്ഥലമാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞാൻ വീട്ടിലാണ് മോസ്റ്റ്ലി ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ അവിടെ ഇച്ചിരി നാടനാണ്, ഇവിടെ ഇച്ചിരി കൂടി മോഡേൺ ആയിട്ടാണ്. അതെ, അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് നാടൻ വൈബാ. മൂന്നല്ല സാരി കിടും. എന്താ ഡ്രസ്സൊക്കെ ചെയ്യുന്ന? അവിടെ ചുരിദാർ ഒരു വ്യത്യാസമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെ കണ്ടിട്ടുണ്ട്. നാട്ടിൽ തന്നെ ഡ്രസ് അല്ല, വീട്ടിൽ എന്തെങ്കിലും ഡ്രസ് അല്ലെങ്കിൽ ചുരിദാറാണ്. പുറത്ത് പോകുമ്പോ ചുരിദാർ, പൊട്ട്, ചന്ദനം അങ്ങനെയാണ് പോകുന്നത്. ഓ, മലയാളി മങ്ക. പിന്നെ അല്ലെങ്കിൽ മമ്മി ചീത്ത പറയും. മമ്മി നല്ല സ്ട്രിക്റ്റ് ആണെന്ന് ഹൗസിൽ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. മമ്മി സ്ട്രിക്റ്റ് മമ്മിയാ? സ്വീറ്റ് മമ്മിയാട്ടാ. മുഖത്തുള്ള മുഖത്ത് നോക്കി പറയും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ക്യാരക്ടറാണ് ജിസേലിന്റെ അമ്മ. സ്ട്രോങ് വുമൻ വൈബ് എന്ന് പറയില്ലേ? വെരി സ്ട്രോങ് വുമൻ. അതെ. അപ്പം മമ്മിക്ക് എന്താ ജിസേലിനോട് ഏറ്റവും കൂടുതൽ ജിസേലിന് വഴക്ക് കിട്ടുന്ന എന്ത് കാര്യത്തിനാ മമ്മിയുടെ അടുത്തുനിന്ന്? രാവിലെ എഴുന്നേക്കും എല്ലാ സമയത്തിലും. ഇല്ല, അത് നമുക്കിന്ന് മനസ്സിലായി. എത്ര മണിക്ക് വരാന്നാ പറഞ്ഞത്? അങ്ങനെയല്ല, മമ്മി 3-4 മണിക്കാണ് എഴുന്നേക്കണത്. അപ്പൊ മമ്മി ഓർക്കണ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രോബ്ലംസ് തുടങ്ങണ ബിക്കോസ് ഞാൻ ലേറ്റ് ആയിരുന്നു. അത്ര ലേറ്റ് അല്ല ഞാൻ എഴുന്നേക്കണം. പക്ഷെ ഞാനും 4 മണിക്ക് എഴുന്നേറ്റാ മമ്മി ഓർക്കും എന്റെ എല്ലാ പ്രോബ്ലംസ് സോൾവ് ആവും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ അമ്മമാരുടെ പ്രശ്നമല്ലേ? വീട്ടിലിരിക്കുന്ന എല്ലാ അമ്മയും അച്ഛനും ഈ ഒരു കോൺസെപ്റ്റ് ആണ്. ലേറ്റ് ആയി എണീച്ചാൽ ലൈഫ് നിങ്ങൾ ചീത്തയായി, നശിച്ചു പോയി. പക്ഷേ എന്താ പറയാ, ഈ മമ്മി പറയുന്നതൊക്കെ പേടിയുണ്ടെന്ന് എനിക്ക് മമ്മി ഹൗസിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. ലൈക്ക് ജിസേൽ ഇങ്ങനെ ടെൻഷൻ ഉള്ള പോലെ തോന്നി. മമ്മി ഇങ്ങനെ ദേഷ്യത്തിലാണോ അങ്ങനെയൊക്കെ കുറെ ക്യൂരിയസ് ആയ പോലെ തോന്നി ജിസേൽ, അല്ലേ? അതങ്ങനെയാണ്. ബിക്കോസ് ലൈക്ക് എനിക്കിഷ്ടമല്ല മമ്മീനെ ഹേർട്ട് ചെയ്യാൻ. പക്ഷെ മമ്മിയുടെ മുഖം കാണുമ്പോൾ പിന്നെ മനസ്സിലാവുമ്പോൾ എനിക്ക് ഇച്ചിരി ലൈക്ക് ഐ ഗെറ്റ് വറീഡ് ആൻഡ് ഐ സ്റ്റാർട്ട് ആസ്കിങ് എന്താണ്. മമ്മി 100% സാറ്റിസ്ഫാക്ഷൻ വരത്തില്ലെന്നും എനിക്കറിയാം. അതെ. പക്ഷെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരു ഇച്ചിരി എന്നെ മിസ് ചെയ്യുമായിരിക്കും. 2 മാസമായി. പക്ഷെ വന്നോടനെ ഒരു ഇങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്ട്രെസ്സായി. അപ്പോഴും ജിസേൽ ശ്രദ്ധിച്ചത് എന്താ മമ്മിയുടെ ഐബ്രോസ് ഒക്കെ എന്താ ഇങ്ങനെ? അതെന്തായിരുന്നു അങ്ങനെ? എന്താ ഉദ്ദേശിക്കുന്നത്? See, I wanted my mom to look proper also because ഞാനാണ് മമ്മീനെ യൂഷ്വലി ലൈക്ക് I doll her up and all that. എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ലൈക്ക് ആര്യൻ, ജിസേലിന്റെ മലയാളം ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടല്ലോ. എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലേ, ഫസ്റ്റ് ഡേ വന്ന ജിസേലിനെ വെച്ച് അടിപൊളിയാണ് അല്ലേ? ഞാൻ എന്നോട് കമ്പയർ ചെയ്യാനുള്ള, പക്ഷെ പൊതുവെ ജിസേലിന്റെ മലയാളം ഈ പറഞ്ഞ പോലെ വായിക്കാനായാലും ഒരു ടാസ്ക് വായിച്ചിരുന്നു വീട്ടില്. അതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ നെറ്റുപോയത്. ഞാൻ അയ്യോ, ജിസേല് മലയാളത്തില് നല്ലൊരു 1 സ്റ്റെപ്പ് മേളില്. മലയാളം വായിക്കാൻ അറിയോ? ബാലരമ വായിച്ചിട്ടുണ്ട് കൊച്ചിലെ. കുട്ടിച്ചാത്തൻ, ഡാക്കിനി, ഷാക്കിനി. അപ്പൊ ഡാക്കിനി, ഷാക്കിനി അങ്ങനെ പറയും. പിന്നെ ആരൊക്കെ ബാലരമയിലെ 2-3 ക്യാരക്ടേഴ്സ്? കുട്ടിച്ചാത്തൻ ഉണ്ട്. ലുട്ടാപ്പി ഉണ്ട്. വേറെ ഏതാ അതിനകത്ത് ഇഷ്ടമുള്ള കഥാപാത്രങ്ങള്? ഇത്ര ഓർമ്മയൊന്നും ഇല്ല ഇപ്പം. പക്ഷെ എനിക്ക് അങ്ങനെയാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. ബിക്കോസ് ഞാൻ എൻ്റെ കസിൻസിനോട് പറയുമായിരുന്നു എന്നെ വായിച്ച് കേൾപ്പിക്കുക. എല്ലാവരുടെ പുറകെ പോയി ഒരു ദിവസം മമ്മി പറഞ്ഞു, നിന്നെ ഞാൻ അക്ഷരം പഠിപ്പിക്കാം, അപ്പൊ നിനക്ക് ഇത് വായിക്കാൻ പറ്റും. അങ്ങനെ പക്ഷെ വായിക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ. പക്ഷെ ബസ് കണ്ടാ എനിക്ക് വായിക്കാൻ അറിയാം. സ്ഥലപ്പേരൊക്കെ അത്ര വായിക്കാൻ അറിയാം. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള അക്ഷരം ഏതാ മലയാളത്തിൽ പ്രൊനൗൺസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്? മാത്രകൾ ഇച്ചിരി കൺഫ്യൂഷൻ. മാത്ര ഹിന്ദി. മാത്ര മീൻസ് ഈ താഴത്തെ എന്താണ് പറയണത് മലയാളത്തില്? ആരെ ഇപ്പൊ അക്ഷരത്തിന്റെ കാര്യമൊക്കെ എടുത്തിട്ടെ. അപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞു, 7ന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെ പോകുന്നു ലൈഫ്? For me it's amazing.
അതുകൊണ്ട് ഞാൻ എലിമിനേറ്റ് ആ നേരത്തും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കണ്ണിൻ്റെ പുറത്ത് എനിക്ക് കണ്ട് ഇവിടെ നിന്ന് പോയാ മതി, ഹൗസിൽ നിന്ന് പോയാൽ മതി. പിന്നെ ഐ വാസ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. വലിയൊരു പുള്ളിയല്ലേ, ഒന്നുമില്ല ഒന്നുമില്ല, ഫുഡില്ല, പിന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. Like skincare, a lot of my prescription medicines like my vitamins, my collagen അതൊക്കെ ഇല്ലായിരുന്നു. So for me to live that life, healthy juices, you know, all the white sugar. So for me it was very difficult. I was not showing it, but പുറത്ത് പോയപ്പോ ഒരു സന്തോഷമുണ്ടായി. അവിടെ ചപ്പാത്തി കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മളെല്ലാവരും. ഇവിടെ ആര്യനൊക്കെ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ലക്ഷ്മി പ്ലേറ്റ് എടുത്തിട്ടാ പോയത്. അതെ, ചോറൊക്കെ കഴിക്കുമ്പോ അതിന് മേലെ വൈറ്റ് കൊളാജനും എന്തൊക്കെയാണ്, വൈറ്റമിൻ സപ്ലിമെന്റ്, കൊളാജൻ. അതെനിക്ക് കുറെ വിഷമമുണ്ടായിരുന്നു. ഏതാ ഈ ലക്ഷ്മി ചെയ്ത കാര്യം വിഷമായി അല്ലേ? ഞാൻ അവിടെ പോയിട്ട് അവളോട് ചോദിച്ചായിരുന്നു. അവൾ പറഞ്ഞു റീ എൻട്രിയിൽ അവൾ പറഞ്ഞു നിങ്ങൾ അത് മാത്രം കണ്ടിട്ടുണ്ട്, ഞാൻ പിന്നെ അവനെ കൊടുത്തത് നിങ്ങൾ കണ്ടില്ല. കൊടുത്തായിരുന്നു നിങ്ങൾ? തന്നില്ല. അതിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആര്യന് വേണ്ടിട്ട് എപ്പോഴും സംസാരിക്കാനായിട്ട് ജിസേൽ ഉണ്ട് അല്ലേ? 100% എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അതെ, ഇപ്പോഴും ഇപ്പൊ ഹൗസിന് ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ്? അങ്ങനെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അതെ, ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പോയാ ചേട്ടാ എന്തിനാ അങ്ങനെ ചെയ്തത്, ഞാൻ പറഞ്ഞോളാം. ആ ഒരു മൈൻഡ് എപ്പോഴും ഒരു ഫ്രണ്ട്സിന് വേണ്ടി എന്ത് സംഭവിച്ചാലും എപ്പോഴും പുറകെ നിൽക്കുന്ന ഒരാളാണ് ജിസേൽ. ലൈക്ക് ഐ തിങ്ക് ജിസേൽ 65 days ആ വീട്ടിൽ നിന്നത് ഒരു ക്യാരക്ടറായിട്ടല്ല, ജിസേലായിട്ട് തന്നെയാണ് ആ വീട്ടിലുണ്ടായത്. ജിസേലിനെ മലയാളി ഓഡിയൻസ് ഇത്രയ്ക്കും എന്താ പറയാ സ്വീകരിക്കും അങ്ങനെയൊക്കെ ജിസേലിന് ശരിക്കും ഉണ്ടായിരുന്നോ? ലൈക്ക് ഇവിടുത്തെ ഓഡിയൻസിന് മെയിൻലി ആളുകളെ ഇപ്പം നമ്മുടെ വേ ഓഫ് ഡ്രസ്സിങ്ങിൽ ജഡ്ജ് ചെയ്യാം അങ്ങനെയൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നോ? മൈൻഡിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. ബിക്കോസ് എനിക്കിങ്ങനെ വേറെ വല്ലവരായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറ്റത്തില്ലായിരുന്നു. എക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ നല്ലതാണ്, ചെയ്തില്ലെങ്കിൽ ഞാൻ തിരിച്ച് ഞാൻ എങ്ങനെയാണ് മനസ്സിലായി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അല്ല എന്ത് ചെയ്യണം, നമുക്ക് മാറാൻ പറ്റുമോ? ലൈക്ക് യു കാൻ ചേഞ്ച് യുവർ സെൽഫ്. അറ്റ്ലീസ്റ്റ് see what you wear and what you eat is your personal choice. അതെ അതെ. How I look is my personal choice. നിങ്ങൾക്ക് accept ചെയ്യുന്നില്ലെങ്കിൽ that's okay. Like you do not everybody will like you. But കേരളത്തിലെ ആളുകൾ അത്രയ്ക്ക് ജിസേലിനെ ഇഷ്ടപ്പെട്ടു. I was shocked. അതാ ഞാൻ ചോദിച്ചത്. But I think കേരളത്തിന്റെ ഓഡിയൻസ് ഇപ്പം പ്രോഗ്രസീവ് ആയി. എല്ലാവരും നമ്മൾ ബിക്കോസ് സോ മച്ച് എഡ്യൂക്കേഷൻ ഉണ്ട്, അപ്പോൾ എല്ലാവരും പ്രോഗ്രസീവ് ആണ്. They know what is going on in the world, and if you see Malayalis are everywhere in the world. So അവർക്ക് മനസ്സിലാവുന്നുണ്ട്. And you know the whole thing about if you wear a certain outfit you're going to be a nice girl, it's not like that. അല്ല ഒരിക്കലും അല്ല. പിന്നെ അങ്ങനെയല്ലോ ഞാൻ മോഡേൺ ഔട്ട്ഫിറ്റ് മാത്രം എടുത്തുള്ളൂ, അങ്ങനെയല്ല. ഞാൻ എല്ലാ വേഷമിടും, സാരിയും ഇടും, എല്ലാം ഇടും. അപ്പോൾ കുഴപ്പമില്ല.